പല കേസുകളിൽ നിന്നും രക്ഷ നേടാൻ CPIM RSSനോട് അടുക്കുന്നു. ചോദ്യം ചെയ്യലിൽ എല്ലാം മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തും. ഈ ഒരു രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് ഷാഫി പറമ്പിലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇത് എത്രത്തോളം യാഥാർത്ഥ്യമാണ്? തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ വേണ്ടി മാത്രം ഷാഫി പറമ്പിൽ പറഞ്ഞുണ്ടാകുന്ന ഒരു കെട്ടകഥയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് പല CPM സൈബർ ഹാൻഡുകളും രംഗത്തേക്ക് വരാൻ സാധ്യതകൾ കൂടുതലാണ്. ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ ഈ ഒരു പ്രസ്താവന ജനങ്ങൾ എത്രത്തോളം സ്വീകാര്യമായിട്ട് എടുക്കും? നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം BJP ആണെങ്കിലും CPM ആണെങ്കിലും ഭായി ആണെന്ന് കേരളത്തിലെ പ്രതിപക്ഷം എപ്പോഴും കളിയാക്കുന്ന കാര്യമാണ്. പിണറായി വിജയനും നരേന്ദ്രമോദിയും ഭായി ബന്ധമാണ്, ഒരു രഹസ്യ ബന്ധങ്ങളാണ് ഇവർക്ക് തമ്മിലുള്ളത്. അപ്പോ ഷാഫി പറമ്പിൽ ഉന്നയിച്ചിട്ടുള്ളത് RSSുമായിട്ട്, അതായത് ഇവിടുത്തെ CPMന്റെ നേതാക്കന്മാർക്ക് രഹസ്യ ബന്ധങ്ങളുണ്ട്, രഹസ്യ ധാരണകളുണ്ട്. അത് പല കേസുകളിലും പല കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇത് സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പറയാം. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവിടുത്തെ CPMന്റെ ഒരു നേതാവ് വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അന്ന് അവർ ഉന്നയിച്ചൊരു കാര്യമുണ്ട്. അതായത് കടകംപള്ളി സുരേന്ദ്രൻ അവിടുത്തെ BJP നേതാക്കന്മാരുമായിട്ട് കൃത്യമായിട്ടൊരു ധാരണയുണ്ട്. അതുകൊണ്ട് വിജയിക്കാത്തൊരു സ്ഥാനാർത്ഥിയെ, സംസാരിക്കാൻ പോലും അത്രയ്ക്ക് കഴിവില്ലാത്തൊരു സ്ഥാനാർത്ഥിയെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ BJP നേതാക്കന്മാർക്ക് അടിയറവ് വെച്ചു പാർട്ടി എന്ന് വലിയ രീതിയിൽ പ്രസ്താവന. ഒരിടമോ രണ്ടിടമോ അല്ല, പലയിടങ്ങളിലും ഇത്തരത്തിൽ കഴിവുകളിൽ അല്ലെങ്കിൽ വിജയ സാധ്യത തീരെ ഇല്ലാത്ത വ്യക്തികളെ മാത്രം പാർട്ടിയുടെ അഭിപ്രായം പോലും മാനിക്കാതെ ആ ഒരു സ്ഥാനാർത്ഥിത്വം അവര് അതിനകത്ത് കൃത്യമായിട്ട് എണ്ണി പറയുന്നുണ്ട്. ഈ ഓരോ പ്രദേശങ്ങളില് അവിടെയുള്ള ഈ നേതാക്കന്മാരുമായിട്ട്, അവിടുത്തെ BJP നേതാക്കന്മാരുമായിട്ട് കടകംപള്ളി സുരേന്ദ്രനുള്ള രഹസ്യമായിട്ടുള്ള ഇടപാടുകൾ പല കാര്യത്തിലും അത് ഉണ്ട്. അത് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോ അവിടെ പഞ്ചായത്തിലെ BJP ആണ് ജയിക്കുന്നതെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പില് കടകംപള്ളി സുരേന്ദ്രൻ വിജയിക്കും, അല്ലെങ്കിൽ CPMന് വോട്ട് കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അത് BJPയും CPMുമായിട്ടുള്ള വലിയ രീതിയിലുള്ള ബന്ധങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ പോലീസ് സേനയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലീസ് സേനയിൽ ഏറ്റവും ആക്ഷേപം ലഭിക്കുന്നത് എന്താണ്? BJPയുടെ അനുഭാവികൾ അല്ലെങ്കിൽ BJPക്ക് വേണ്ടിയിട്ടാണ് പോലീസ് സേന ഇപ്പൊ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അത് കേൾക്കുന്നുണ്ട്. ഇവിടെ ഭരിക്കുന്നത് ആരാണ്? ആഭ്യന്തരമന്ത്രി ആരാണ്? സഖാവ് പിണറായി വിജയൻ തന്നെയാണ്. സഖാവ് പിണറായി വിജയൻ ഭരിക്കുമ്പോഴും പോലീസ് സേനയിൽ നിന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ ദിനം പ്രതി പുറത്തു വരുമ്പോൾ നമ്മൾ എന്ത് വിശ്വസിക്കും? പക്ഷേ ഇങ്ങനെയൊക്കെയാണ് യാഥാർത്ഥ്യമെങ്കിലും ചിലയിടത്തെങ്കിലും അല്ലെങ്കിൽ ചില CPM നേതാക്കൾ ഇന്നും യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കുന്ന രീതിയിലുള്ള ചില പ്രസ്താവനകളും ചില ഘോര പ്രസംഗങ്ങളൊക്കെ നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇലക്ഷനോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ള സ്വാഭാവികമായും ജനങ്ങൾ ഇതിൽ ഏത് വിശ്വസിക്കണമെന്നറിയാതെ കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. EP ജയരാജൻ പറയുന്നുണ്ട് RSSും കോൺഗ്രസും തമ്മിലുള്ള ഒരു അന്തർധാരയാണ് പാലത്തായിയും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും മൂടിവെക്കാനുള്ള പ്രധാന കാരണം. അതുപോലെ തന്നെ ശബരിമല വിഷയത്തിൽ ഇത്രയും പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഇത്രയും വേഗത്തിൽ കാര്യങ്ങൾ നീക്കാനും പ്രതികളായിട്ടുള്ളവരെ അല്ലെങ്കിൽ തെളിവെടുപ്പുകൾ ഇത്രയും പെട്ടെന്ന് നടത്താൻ പ്രധാന കാരണം CPMന്റെ താഴെയുള്ള അല്ലെങ്കിൽ LDF ഭരിക്കുന്ന പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് താഴെയുള്ള പോലീസ് അത് അന്വേഷിച്ചത് കൊണ്ട് മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മികച്ചൊരു സാധനമാണ്, നല്ലൊരു ക്യാപ്സ്യൂൾ ആയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ്. അതായത് ശബരിമലയെ എങ്ങനെ പ്രതിരോധിക്കാം. CPM ഇപ്പൊ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ശബരിമല വിഷയം ജനങ്ങളുടെ ഇടയിൽ മൊത്തത്തിൽ ഇപ്പൊ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ CPMനും ബന്ധമുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ പിണറായി വിജയനെ ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലേക്ക് അങ്ങനെ പോകുമ്പോ പ്രതിരോധിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സാധനം രാഹുൽ മാങ്കൂട്ടം കൊണ്ട് അതിന്റെ ഇടയ്ക്ക് തിരികെ കേട്ടുക എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ഇവരുടെ ഗുരു രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുലിനെതിരെ ഇത്രയും വലിയ വിഷയങ്ങൾ വന്നപ്പോൾ രാഹുൽ പ്രതികരിച്ചിരുന്നില്ല. അതിനപ്പുറത്തേക്ക് എത്രയൊക്കെ രാഹുലിനെതിരെ വരുന്ന പരാതികൾ അല്ലെങ്കിൽ രാഹുലിനെതിരെ വരുന്ന വാർത്തകളെല്ലാം തന്നെ അവസാനം രാഹുലിന് ഒരു ഹൈപ്പായി മാറുന്നതായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശബരിമല വിഷയം എന്താണ്? മോഷണമാണ്, സ്വർണം മോഷ്ടിച്ചതാണ്. ശബരിമല വിഷയം എന്ന് പറയുന്നത് സ്വർണം മോഷ്ടിച്ചാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എന്താണ്? സ്ത്രീ വിഷയമാണ്. പാലത്തായി വിഷയവും സ്ത്രീ വിഷയമാണ്. സ്ത്രീ വിഷയം എങ്ങനെയാണ് മോഷണ വിഷയമായി മാറുന്നത് എന്നൊരു ചോദ്യം അവിടെ ബാക്കിയല്ലേ? അതെ, തീർച്ചയായിട്ടും. അതെങ്ങനെയാണ് ഇത് നമുക്ക് കണക്ട് ചെയ്യുന്നത്? LDFനെ സംബന്ധിച്ച് ആനയെ പട്ടിയാക്കാനും പട്ടിയെ ആടാക്കാനും ഒക്കെ വലിയ കഴിവുള്ള നേതാക്കന്മാരാണ് നിലവിൽ CPMനകത്തുള്ളത്. പക്ഷെ അതിനേക്കാളൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സ്വന്തം ഭാഗത്തെ തെറ്റുകൾ ന്യായീകരിച്ചുകൊണ്ട് മെഴുകുന്നതാണ് നമ്മൾ യഥാർത്ഥത്തിൽ. CPM ആദ്യം പറഞ്ഞത് എന്താണ്? ശബരിമലയും ദേവസ്വം, അതായത് ശബരിമലയിൽ എന്തെങ്കിലും മോഷണം നടന്നു കഴിഞ്ഞാൽ ദേവസ്വം പ്രസിഡന്റ് എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ദേവസ്വം പ്രസിഡന്റ് എന്താണ് അതിനകത്ത് ഉത്തരവാദിത്തം എന്നാണ് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ദേവസ്വം പ്രസിഡന്റ് കൊടുക്കുന്ന പദവി എന്ന് പറയുന്നത് തിരുവിതാംകൂർ രാജാവിന് എന്ത് പദവിയായിരുന്നോ ആ പദവിയാണ് അവിടുത്തെ പ്രസിഡന്റിന് കൊടുക്കുന്നത്, ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കൊടുക്കുന്നത്. അപ്പൊ അത്രയും ഉത്തരവാദിത്തമാണുള്ളത്. അവിടെ ഒരു ഇല അനങ്ങിയാൽ
അവിടുത്തെ ഓരോ ക്ഷേത്രങ്ങളും ഓരോ ദേവതകളും ഓരോ ദേവന്റെ മുതലും അവിടുത്തെ ഒരു പോച്ചയാണെങ്കിൽ പോലും അവിടുത്തെ ഒരു ചെറിയ വസ്തുവാണെങ്കിൽ പോലും അവിടുത്തെ ഒരു കല്ലാണെങ്കിൽ പോലും ആ കല്ലിന് വരെ അധികാരം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കയ്യിലാണ്. അതിനെ ഒന്ന് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ദേവസ്വം പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അത്രയും വലിയ ഉത്തരവാദിത്തങ്ങളുള്ള ദേവസ്വം പ്രസിഡന്റ് വരെ ഇതില് കുറ്റക്കാരനാണ്. മുൻ ദേവസ്വം പ്രസിഡന്റിനെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ പാസ്പോർട്ട് വരെ പിടിച്ചു വെച്ചേക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവിടെയും CPM-ന് ബന്ധമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം. പിണറായി വിജയന്റെ അടുത്ത സുഹൃത്തുക്കളാണ് ഇവരൊക്കെ. വിശ്വസിക്കാൻ ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ തീരുമാനിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കാലത്തോളം കേരളത്തില് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നിയമിക്കുന്നത് ഇവിടുത്തെ AKG സെന്റർ തന്നെ. അതെ, പക്ഷെ ഇപ്പോൾ AKG സെന്റർ വേറെ ആർക്കും പണയം വെച്ചിട്ടൊന്നുമില്ലല്ലോ. ഇല്ല, പണയം വെക്കാത്ത സാഹചര്യത്തിൽ AKG സെന്ററിൽ നിന്നാണ് അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിയമിച്ചിട്ടുള്ളത്. ആ ദേവസ്വം പ്രസിഡന്റ് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ AKG സെന്ററിന് ഉത്തരവാദിത്വം ഇല്ലേ? അതെ, തീർച്ചയായിട്ടും. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോഴും EP ജയരാജൻ പറയുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അല്ലെങ്കിൽ ശബരിമലയിൽ നടന്ന എല്ലാ അഴിമതിക്കും പിന്നിൽ ഉദ്യോഗസ്ഥർ മാത്രമാണ്, പാർട്ടിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പാർട്ടി ഇതൊന്നും അറിഞ്ഞിട്ടുമില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പാർട്ടിയിലെ ചിലർ മാത്രമായിരിക്കാം. EP ജയരാജൻ ചിലപ്പോൾ പറഞ്ഞു കാണത്തില്ലായിരിക്കും. കാരണം CPM-നെ അല്ലെങ്കിൽ LDF-നെ നീക്കങ്ങൾ അങ്ങനെയാണല്ലോ. തലയിൽ മുണ്ടിട്ട് പോയി പലയിടത്തും ഒപ്പ് വെക്കുന്നതും കൂടെ നടന്ന ആളുകളെ പോലും തിരിഞ്ഞു നിന്ന് കുത്തുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ EP ജയരാജൻ ഇത് അറിഞ്ഞു കാണണമെന്നില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് CPM ഇതിന് ഈ പാപത്തിന്റെ പങ്കുപറ്റാനില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഭക്തജനങ്ങൾക്ക് പലർക്കും ബുദ്ധിമുട്ട് തന്നെയായിരിക്കും എന്നുള്ളതല്ലേ? അല്ലെ, ഈ പാപത്തിന് ഞാനൊന്നും ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഈ മോഷണത്തെ മുഴുവൻ പിന്തുണയും കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഒരാളിൽ മാത്രം ഒതുങ്ങുകയൊന്നുമില്ല. പുറത്ത് നെഞ്ചത്തടിച്ച് കരയുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഇനി അടുത്ത എന്നെ എപ്പോഴാണ് പിടിക്കാൻ വരുന്നതെന്ന് പേടിച്ചു നിൽക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഇവർ അടുത്തേക്ക് ചെല്ലും. അവിടെയാണ് ഇത്തരത്തിലുള്ള ഷാഫി പറമ്പിൽ ഉന്നയിച്ചുള്ള വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നത്. RSSുമായിട്ടുള്ള ബന്ധം. നമ്മൾ പലപ്പോഴും പിണറായി വിജയന്റെ ലാവ്ലിൻ കേസൊക്കെ പറയും. എന്തുകൊണ്ടാണ് ഇത്രയും തവണ മാറ്റിവെച്ചൊരു കേസ് ലാവ്ലിൻ കേസായിട്ട് മാറുന്നത്? അത് കൃത്യമായിട്ട് കേന്ദ്രമന്ത്രിയും അല്ലെങ്കിൽ കേന്ദ്രവുമായിട്ട് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായതുകൊണ്ടാണ്. അപ്പം എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ധാരണകൾ CPM-ൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരുപാട് കഥകൾ ചരിത്രം പരിശോധിച്ച് പോയിക്കണമെങ്കിൽ നമുക്ക് അറിയാൻ കഴിയും. അപ്പം ഇത് സത്യമാണോ അല്ലയോ എന്നുള്ളത് പാർട്ടി തന്നെയാണ് പറയേണ്ടത്.